രാജാവിന്റെ ഭാര്യ രോഗിയായപ്പോൾ എല്ലാ ദിവസവും പാലിൽ കുളിക്കലാണ് മരുന്ന് എന്ന് പരിശോധിച്ച ഡോക്ടർമാർ നിർദ്ദേശിച്ചു. രാത്രി പ്രജകളെല്ലാം ഓരോ ബക്കറ്റ് പാല് കൊട്ടാരത്തിലെ കുളത്തിൽ ഒഴിക്കാൻ രാജാവ് കൽപ്പിക്കുകയും ചെയ്തു. എല്ലാവരും പാലൊഴിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാൽ അത് തെളിഞ്ഞു കാണില്ലെന്നും രാജാവിനും വ്യക്തമാവില്ല എന്നും എല്ലാവരും കരുതി. പ്രഭാതത്തിൽ രാജാവിന്റെ ഭാര്യ കുളിക്കാൻ വന്നപ്പോൾ കുളത്തിൽ നിറയെ വെള്ളം തന്നെയായിരുന്നു. ആരും സ്വന്തത്തിൽ നിന്ന് തുടങ്ങിയില്ല എന്നത് തന്നെ കാര്യം. ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അന്ധനായിരുന്നു. ഒരു യുദ്ധത്തിൽ എല്ലാവർക്കും ഒപ്പം അദ്ദേഹവും പുറപ്പെട്ടു. അന്ധനായ നിങ്ങൾ യുദ്ധത്തിന് വന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് കൂട്ടത്തിൽ ആരോ ചോദിച്ചപ്പോൾ ശത്രുക്കളുടെ കണ്ണിൽ നമ്മുടെ സൈന്യത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കാമല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇതിലും വലിയ നിശ്ചയദാർഢ്യമോ ഉത്തരവാദിത്ത ബോധമോ ഉണ്ടോ? യുദ്ധം ഒരിക്കലും അദ്ദേഹത്തിന് നിർബന്ധ ബാധ്യതയായിരുന്നില്ല. പക്ഷേ നിശ്ചയദാർഢ്യത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് അടങ്ങിയിരിക്കാൻ സാധിക്കുമായിരുന്നില്ല.